ജമ്മുവിലെ സാംബയിൽ സാധാരണ ജനജീവിതം ശാന്തമായി വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. സ്കൂളുകളൊക്കെ തുറന്നു, ജനജീവിതവും സാധാരണ നിലയിലേക്ക് വേഗം മടങ്ങി വരുന്നു. പക്ഷേ ചില വിമാന സർവീസുകളൊക്കെ റദ്ദാക്കി കഴിഞ്ഞു എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ സാംബയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ, സാംബയിലെ ഈ പുലരി എങ്ങനെ? ഞാൻ ഈ സാംബയിൽ അതിർത്തി മേഖലകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. പല വീടുകളിലും നമ്മൾ ഇതിനോടകം തന്നെ പോയി അതിലെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തുകയും ചെയ്തതാണ്. അവിടെയൊക്കെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസവും വലിയ തോതിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചു. അത് ഈ സാംബ മേഖലയിൽ താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ ബോർഡറിന് സമീപത്താണോ അതോ ലൈൻ ഓഫ് കൺട്രോളിന് അടുത്താണോ? എവിടെയാണ്? നിയന്ത്രണ രേഖയ്ക്ക് അടുത്താണോ? അതെ, നിയന്ത്രണ രേഖയ്ക്ക് അടുത്താണ്. പക്ഷേ അവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ ഞാൻ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ആ മേഖലയിലെ വീടുകളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി ഈ ഡ്രോണുകൾ എത്തി അതിനെ വെടിവെച്ച് ഇട്ടതോടുകൂടി തന്നെ ഡ്രോണുകളുടെ ഭാഗങ്ങൾ പതിച്ച് ചില കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് വലിയ തരത്തിലില്ല, എന്നാൽ പോലും ഇന്നലെ രാത്രിയും അവരുടെ ഉറക്കം നശിച്ചു എന്നതാണ് ആ നാട്ടുകാർ പറയുന്നത്. വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായതിനു ശേഷം ഈ വിധം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന പ്രകോപനത്തോട് വലിയ അമർഷത്തോടെയാണ് ആ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ചുരുക്കത്തിൽ ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അതിർത്തിയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ, അവർ ഇപ്പോഴും വലിയ സംഘർഷത്തിലൂടെ മാനസികമായി കടന്നു പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം അതിർത്തി ജില്ലകൾ ഒഴിച്ചു നിർത്തിയുള്ള ജില്ലകളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ സ്കൂളുകൾ പതിയെ തുറക്കുകയാണ്. പല ഭാഗങ്ങളും ഇതിനോടകം തന്നെ സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് ആ കാര്യങ്ങളിൽ സാഹചര്യം കൂടി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചതാണ്. ജമ്മു പ്രവിശ്യയിൽ ഏതായാലും സ്കൂളുകൾ തുറക്കുന്നില്ല ഇന്നലെ രാത്രി തന്നെ തീരുമാനം വന്നതാണ്. സാംബയിൽ ഇന്നലെ രാത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടായതോടെ ഇന്നിപ്പോൾ സ്കൂളുകൾ തുറന്നിട്ടില്ല. മറ്റ് മേഖലകളിൽ ജമ്മുവിന് പുറത്തുള്ള ജമ്മു കാശ്മീരിലെ മറ്റിടങ്ങളിലൊക്കെ ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നുണ്ട്. ഒപ്പം വിമാന സർവീസുകൾ കഴിഞ്ഞ ദിവസം തുടർച്ചയായി അടച്ചിട്ടിരുന്ന വിമാനത്താവളങ്ങൾ പലതും തുറന്നതാണ്. പക്ഷേ അവിടേക്കുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിൽ പൂർണ്ണ അർത്ഥത്തിലാവുന്നില്ല. ഇപ്പോൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും പല വിമാന സർവീസുകളും റദ്ദാക്കി. ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയത്. ശനിയാഴ്ച രാത്രി വരെ ഇൻഡിഗോ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട് എന്ന് ബോധ്യപ്പെടുന്ന മുറയ്ക്ക് വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ അതിർത്തി മേഖലകളിലുള്ള ജനങ്ങൾ ഇപ്പോൾ ജമ്മു നഗരത്തിൽ, നമ്മളിപ്പോൾ ആ നഗരമേഖലയിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്ററിൽ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞു. ആ മേഖലകളിലുള്ള ക്യാമ്പുകളിൽ ഇപ്പോൾ ജനങ്ങൾ ഇപ്പോഴും കഴിയുന്നുണ്ട്. അവർക്ക് തിരികെ ഈ അതിർത്തി മേഖലകളിലേക്ക് വരാനുള്ള ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. ചന്ദ്രനാണ് ജമ്മുവിലെ സാംബയിൽ നമുക്കൊപ്പം ചേർന്നത്.